കിട്ടാൻ ബാക്കിയുള്ളത് ഇനി അമ്മേനെയാണ്. അപ്പോൾ DNA ഇതുവരെ നമ്മൾ DNA FIR ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ FIR ഇട്ട സമയത്ത് ഒരു 30 ദിവസം കൊണ്ട് സർട്ടിഫിക്കറ്റ് തരാം, ഡെത്ത് സർട്ടിഫിക്കറ്റ് തരാം എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഇന്നവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു 3 മാസം വരെ അവരെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ അതിനെക്കുറിച്ചിട്ട് ഒന്നും അറിയുന്നില്ല. അവർ പറയുന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റ് തരാമെന്നാണ്. കിട്ടാനുള്ള ഒരു അനിയൻ്റെതും മാമൻ്റെ ഒരു മോളെയും കൂടെ ഉണ്ട്. അവരതും കൂടെ എന്തായാലും DNA കിട്ടണം. അതും കൂടെ കിട്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ഇതാക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ 5 വയസ്സുള്ള കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുട്ടീനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എനിക്കൊരു കാണിച്ചു കൊടുക്കാനൊരു ഇടം കിട്ടുകയാണെങ്കിൽ ആ പുത്തുമല ഓനറിയുന്നില്ലല്ലോ ഇതിനുള്ളിൽ പാർട്സാണോ എന്താണോ സംഭവം. ഇതാ നിൻ്റെ വാപ്പ, ഇതാണ് ആ മോനെ അപ്പൂസ് എന്നാ വിളിക്കുക, സൽമാനെ. ഇതാ ഓനെ ഇവിടെയാ കബറടക്കിയെന്നും പറഞ്ഞ് നമുക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ ഒരിടമില്ല. ഏതൊരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ, മരണശേഷം അവർക്ക് മരണക്രിയ പോലും ചെയ്യാൻ പറ്റാത്തൊരു അച്ഛനാണ് ഞാനും. എൻ്റെ മക്കളെ എവിടെ കിടക്കുന്ന അവരുടെ അടുത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹക്കാരനാണ്. കാരണം ഈ ജന്മം ഇനി നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം നമുക്ക് ഓരോരുത്തരെ എവിടെയാണ് എന്നെങ്കിലും അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണത്. അല്ലെങ്കിൽ അതിന് ചെയ്യാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തരണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മരിച്ചു ജീവിക്കുന്നതിന് തുല്യമാണ്. ഒരു ദുരന്തം നടന്നു പറഞ്ഞപ്പോൾ ജനങ്ങൾ മറ്റൊരു ദുരന്തത്തിലൂടെ കൂടെ അങ്ങനെ എല്ലാ ദിവസവും കഴിഞ്ഞു പോകുന്നത്, അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് 6 മാസത്തോടടുക്കുന്നു. 231 മൃതദേഹങ്ങളും 223 മൃതദേഹ ഭാഗങ്ങളുമാണ് ഇതുവരെ കണ്ടെടുത്തത്. 32 പേരെ കണ്ടെത്താനായിട്ടില്ല. കണ്ടെടുത്ത മൃതദേഹ ഭാഗങ്ങളുടെ DNA പരിശോധന ഇനിയും പൂർത്തിയായിട്ടില്ല. കാണാമറയത്തുള്ള ഈ മനുഷ്യരെ ഓർത്ത് മാനസികമായി തകർന്നിരിക്കുകയാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ. DNA പരിശോധനാ ഫലവും മരണ സർട്ടിഫിക്കറ്റും കിട്ടാൻ വൈകുന്നത് ഈ മനുഷ്യരെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഫസ്റ്റ് 1 മന്ത് കഴിഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ എന്നാണ് ഈ ദുരന്തം സംഭവിച്ച് കഴിഞ്ഞേക്കുന്നത് നമ്മൾ അന്വേഷിച്ചപ്പം അറിഞ്ഞിരുന്നത്. ഒരു ഡിസാസ്റ്റർ ആകുമ്പോൾ നോർമലി തന്നെ ഒരുപാട് സമയം എടുക്കുമെങ്കിലും ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ 1 മന്തിൻ്റെ അകത്ത് തന്നെ 1 മന്ത് കഴിയുമ്പോഴേക്കും നമുക്കത് അങ്ങനെ ചെയ്യുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 5 മാസം കഴിഞ്ഞു, 6 മാസം ആകുമ്പോൾ പോകുന്നു, ഇപ്പോഴും അത് ആയിട്ടില്ല. ഇനി എത്ര കാലതാമസം എടുക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. FIR ഇട്ടിട്ടൊരു 2 മാസത്തിന് മുകളിലായി. അപ്പോൾ ഇതേവരെ അത് കിട്ടിയില്ല. അന്ന് സർക്കാരിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ബോഡി കിട്ടാത്തവരെ, മിസ്സിംഗ് ലിസ്റ്റിലുള്ളവരെ FIR ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് 30 ദിവസം കൊണ്ട് പിന്നെ ഈ ഒരു ദുരന്തം നടന്നുകൊണ്ട് ഒരു പ്രത്യേക കാറ്റഗറിയിൽ പെടുത്തി അത് തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഇന്നവരെ കിട്ടിയിട്ടില്ല. അതിൽ പരിക്ക് പറ്റിയത് എൻ്റെ ഭാര്യേൻ്റെ ഇടത്തെ കൈ നഷ്ടമായിട്ടുണ്ട്. നഷ്ടമാകുന്നത് അത് ചലനശേഷി ചെറിയൊരു ഇതാണ്. കാരണം അത് സർജറിയൊക്കെ ചെയ്തിട്ട് ചെയ്യണം എന്നുള്ളതാണ്. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഒന്നുമില്ല, ഇപ്പോൾ 0 എന്നൊക്കെ പറയാം. എൻ്റെ ഒരു ചെറിയ മോനെ കിട്ടാനുണ്ട്. അതാ ബാക്കിയായിട്ട് അതേ ഉള്ളൂ. വലിയ മോൻ്റെ DNA ടെസ്റ്റ് ഇപ്പോൾ ഒരു ആഴ്ച മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ മോൻ്റെ ഹാൻഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ DNAയിൽ. പിന്നെ എനിക്ക് ചെറിയ മോനെ കൂടി കിട്ടാണ്ട്, 9 വയസ്സായില്ല എൻ്റെ മോൻ. ഇപ്പോഴും ഒരു വാപ്പയാണ്. കാരണം മക്കളെ മുന്നിൽ അല്ലെങ്കിൽ അവരെവിടെയാണെന്ന് தெரிയാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം 73 ദിവസം കൊണ്ട് അർജുൻ്റെ ശരീരം കർണാടക സർക്കാർ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും കേരളത്തിൽ ഇപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരുടെ 31 പേരുടെ DNA ടെസ്റ്റ് പോലും എടുക്കാൻ താല്പര്യമില്ലാതെ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് പോകുന്നതെന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ ഇനിയും അവിടെ കുറേ ബോഡികൾ ഉണ്ടാവും എന്നാണ് നമ്മളും കരുതുന്നത്. കാരണം കുറേ മരങ്ങളെല്ലാം വന്ന് അടിഞ്ഞ് കിടക്കുന്നൊരു സമയം. പക്ഷെ നമ്മൾ തെരച്ചിൽ വീണ്ടും നടത്തണം എന്നുള്ള നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. തിരയണം തന്നെയാണ്, കാരണം നമുക്കത് ആഗ്രഹം ഉണ്ടാവുന്നത്. തെരച്ചിലിന് വേണ്ടി നിവേദനം കൊടുത്തില്ല എല്ലാം. പിന്നെ അത് കളക്ടർ കൊടുത്തിട്ടുണ്ട്, MLA സിദ്ദീഖ് സാറിന് കൊടുത്തിട്ടുണ്ട്, മന്ത്രി രാജ സാറിന് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഇനിയിപ്പോൾ തെരച്ചിൽ നടക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അത് മാനസികമായിട്ട് ഭയങ്കര വിഷമം കൊടുക്കുന്നതാണ്. 31 പേരുടെ പേരും മണ്ണിനടിയിൽ കടന്നിട്ടും അവരുടെ ടൂറിസ്റ്റുകളുടെ മേഖലയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാരണം അവരൊക്കെ നെഞ്ഞത്ത് ചവിട്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞത് ഇത്രമാത്രം വിഷമകരമായി നടക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്, അച്ഛനമ്മമാരുണ്ട്. ഇവരതൊന്നും ഒരു റിപ്പോർട്ടും കിട്ടാതെ 100% തെരച്ചിൽ നടത്തിയേ പറ്റൂ, അല്ലെങ്കിൽ അവരെ DNA റിപ്പോർട്ടെങ്കിലും തരണം. കാരണം 31 പേര് ഇപ്പോഴും DNA റിപ്പോർട്ട് കിട്ടാൻ നിൽക്കുന്നുണ്ട്. കുറേ പാർട്സുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് DNA വരെ എടുക്കാൻ പറ്റാത്ത അത്രയും മോശമായിട്ടാണ് കിടക്കുന്നത്. കാരണം അതിന് വരെ ഉപയോഗിക്കാൻ പറ്റില്ല, DNA വരെ എടുക്കാൻ പറ്റില്ല എന്നുള്ളവരാണ് അവർ പറയുന്നത്. ഉപ്പ ബഷീർ, സീനത്ത്, ഷാലുഷൻ, പിന്നെ ഉമ്മത്തിൻ്റെ ഏട്ടത്തിൻ്റെ ഒരു മോനും കൂടെ ഉണ്ട്, നിഷാദ്. ഇവരെല്ലാവരും ഒന്നിച്ചായിരുന്നു 11 പേര്. ഉമ്മത്തിൻ്റെ ആംഗ്ലൻ്റെ ഒരു മോള് സനാമറിയാം, സൽമാൻ ഫാരിസ്. ഇവരത് രണ്ടാളത്തോ കിട്ടണ്ട. ഇനിയിപ്പോൾ എല്ലാം നല്ലോണം പഠിക്കുകയല്ലേ. പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ട് തന്നെ 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. മാപ്പാനെ കിട്ടിയെന്നേ ഉള്ളൂ. അവർ മാപ്പയും ഈ രണ്ടാമത്തെ ആങ്ങളെ സൽമാൻ ഫാരിസ് മാമൻ്റെ ഒരു മകള് കൊണ്ട് ഇവരും കൂടെ കിട്ടണമായിരുന്നു. എന്നിട്ട് സർട്ടിഫിക്കറ്റ് തന്നാൽ ഒരു രേഖയ്ക്ക് വേണ്ടി അത് അവിടെ കിട്ടിയെന്ന് മാത്രം. ചെറിയൊരു പാർട്സാണ്. അത് ഞാൻ ഈ സ്റ്റേഷനിൽ അന്ന് ഇതിനു വേണ്ടി പോയപ്പം അവരെ കമ്പ്യൂട്ടറിൽ ഒരു ഫോട്ടോ കണ്ടിരുന്നുണ്ടാതെ ഇത്ര കയ്യിൽ ഒതുക്കുന്ന ഒരു പാർട്സ് ആയിരുന്നു. അപ്പം എൻ്റെ ചെറിയൊരു പാർട്സ് അടക്കം ചെയ്യാൻ മാത്രം ഇല്ലയെന്ന് പറഞ്ഞു കേട്ടെ. അപ്പോൾ അത് കേട്ടപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്. അങ്ങനെയായാലും വേണ്ടിയില്ല, ഒരാളതും കൂടെ ഉണ്ടല്ലോ അനിയൻ്റെ, അതും കൂടെ കിട്ടണം. ഞാൻ പ്രൈവറ്റ് ബസ്സിൻ്റെ കണ്ടക്ടറായിട്ട് പോകുന്ന അന്ന് ദുരന്തം നടന്ന അന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഇന്ന് വരെ ഒരു തൊഴിലിന് പോകാനോ സിറ്റുവേഷൻ ആയില്ല. അങ്ങോട്ട് പോക്കടക്കൂല. ഒരാൾ നിർബന്ധമായി ഇവിടെ വേണം. അവളെ മൈൻഡ് മാറിപ്പോകുന്നുണ്ട്. ചില ടൈമിന് ഭയങ്കര ബുദ്ധിമുട്ടായി പോകുന്നുണ്ട്. ഇവളിങ്ങനെ ദിവസം കഴിയുന്നോറും ഇവർക്ക് പ്രശ്നങ്ങൾ വരികയാണ്. നമ്മൾ ഇവർക്ക് മറുപടി കൊടുക്കണ്ടേ. എനിക്ക് DNA ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എൻ്റെ ഉപ്പാൻ്റെ അത് ഖബർ എവിടെയാണ് എന്ന് അറിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് എവിടെയാണെന്ന് അറിഞ്ഞാൽ അതിൻ്റെ ഒരു സമാധാനം വേറെ തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പുത്തുമല ബോഡി വെച്ച സമയത്ത് നമ്മൾ അത് DNA കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം എല്ലാവരും അവിടെ പോകുമ്പോൾ അവരവരെ ഈ കുഴിമാടത്തിൽ പിന്നെ അവരുടെ ഫോട്ടോവും അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പേരും ഇതൊക്കെ ഉൾപ്പെടുത്തി അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കും അങ്ങനെ അമ്മേൻ്റെ അങ്ങനെ വെക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ താല്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പല പ്രാവശ്യം അവിടെ പോകുമ്പോഴും ഇത് ഏതായിരിക്കും, ഏത് കുഴിയിലായിരിക്കും അമ്മ ഉള്ളത് എന്നുള്ള ഒരു വല്ലാത്തൊരു സങ്കടത്തിലാണ്. ഒരുപാടുണ്ടല്ലോ, ഒരുപാട് താഴെയായിട്ടും മുകളിലായിട്ട് ഒരുപാട് ബോഡികൾ വെച്ചിട്ടുണ്ട്. അവിടെ കിടക്കുന്നതെല്ലാം നമ്മൾക്ക് വേണ്ടപ്പെട്ടവരാണ്, ഒരേ നാട്ടുകാരാണ്, ബന്ധുക്കളാണ്, അതുപോലെ തന്നെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ ഇങ്ങനെ കാണേണ്ടി വരുന്നൊരവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അതിലുപരി നമ്മൾക്കിപ്പോൾ കിട്ടിയതിൽ പുത്തുമല പൊതുശ്മശാനത്തിൽ ഒരുപാടെണ്ണം ഐഡൻറ്റിഫൈ ചെയ്യാണ്ടുള്ള മറവ് ചെയ്ത ബോഡീസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മളത് എവിടെയാണ് എന്താണെന്ന് അറിയാത്തൊരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് പ്രകാരം അതിനെന്തോ സമിതിനെ നിയമിച്ചിട്ടുണ്ട്. SHO അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് പേരായിട്ടുള്ളൊരു സമിതിനെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവരുടെ തീരുമാനങ്ങളും പഠനങ്ങളും കഴിഞ്ഞിട്ട് എപ്പോഴാണ് കിട്ടുക എന്നുള്ളതും ഡൗട്ടാണ്. പക്ഷേ എങ്കിലും DNA ടെസ്റ്റ് തുടരാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഞങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കാണുന്നത്. കാരണം നമുക്ക് ഓരോരുത്തരെ എവിടെയാണ് എന്നെങ്കിലും അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണത്. അല്ലെങ്കിൽ അത് ചെയ്യാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തരണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ദുരന്തത്തിൽ കാണാമറയത്തുള്ള മനുഷ്യരെ മരിച്ചവരായി കണക്കാക്കി ആനുകൂല്യങ്ങളും മരണ സർട്ടിഫിക്കറ്റും നൽകാനാണ് സർക്കാർ തീരുമാനം. സത്യത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയത് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാന്നുള്ളതല്ല, അത് ആ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയത് മാത്രമാണ്. അവർ പറയുന്നത് ആദ്യം ഒരു പ്രാദേശിക സമിതി, അതായത് വില്ലേജ് ഓഫീസർ, അവിടുത്തെ സ്റ്റേഷൻ ഓഫീസർ, പോലീസ് സ്റ്റേഷനിലെ CI ആണല്ലോ സ്റ്റേഷൻ ഓഫീസർ, അദ്ദേഹം, സെക്രട്ടറി, അവർ പറയുന്ന പ്രാദേശിക സമിതി ഇത് പരിശോധിക്കുക. സ്റ്റേഷനിൽ FIR, ഇവരുടെ ബന്ധുക്കൾ FIR ഫയൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ പരാതി ഫയൽ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ കാണാൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പരാതി അത് നേരെ നമ്മളെ ഇവർക്ക് റവന്യൂ വകുപ്പ്, ദുരന്ത നിവാരണ വകുപ്പ്, ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിന് അയക്കുക. അവരത് പരിശോധിച്ച്
നമ്മളെ റവന്യൂ അണ്ടർ സെക്രട്ടറി, പിന്നെ ആഭ്യന്തര ഇതിൻ്റെ അണ്ടർ സെക്രട്ടറി, അങ്ങനെയുള്ള ചീഫ് സെക്രട്ടറി, അങ്ങനെയുള്ളവർക്കുള്ള അതൊരു സമിതിയുണ്ട്, സംസ്ഥാനതല സമിതിയുണ്ട്. ഇവർ പരിശോധിച്ചിട്ടാണ് ഇങ്ങനെ കുറേ പ്രൊസീജിയർ കടന്നു വന്നിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുക. ഇപ്പോൾ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ ഒരുപാട് സമയമെടുക്കും കിട്ടാൻ. ഇപ്പോൾ നമുക്ക് ആ ദുരന്തബാധിതരോട് ചെയ്യേണ്ട ഒരു പരിഗണന എന്ന് പറഞ്ഞാൽ തന്നെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എല്ലാം ഇപ്പോൾ ഇത്രയും ഒഫീഷ്യൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഇപ്പോൾ പോലീസായാലും ഏത് വിഭാഗത്തു നിന്നായാലും റവന്യൂ നിന്നായാലും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ ഈ സമയത്തൊക്കെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ മുൻകൈ എടുത്തിട്ട് ഈ ദുരന്തബാധിതർ ഒരു ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി ഇനിയും ഇപ്പോൾ നമ്മളെ നഷ്ടങ്ങൾ സംഭവിച്ചു, ഈ നഷ്ടങ്ങൾക്ക് പുറമെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയും കയറി ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ വരരുത്. ഇതിനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കണം തന്നെയാണ് പറയാനുള്ളത്. പല ആളുകൾ ഒരു കുടുംബത്തിൽ 3-4 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഒരാളൊക്കെ ബാക്കിയുള്ള കുടുംബങ്ങളുണ്ട്. ഈ 2 പേരുടെ ചിലപ്പോൾ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടാകും, DNA വഴിയോ അല്ലെങ്കിൽ ബോഡി കിട്ടിയിട്ടുണ്ടാകും. 2 പേരുടെ കിട്ടിക്കാണില്ല. അപ്പോൾ ഈ മരിച്ച ആളുകളുടെ അതിനൊരു സഹായധനം ഗവൺമെൻറ് കൊടുക്കുന്ന 8 ലക്ഷം രൂപ. ഈ 8 ലക്ഷം രൂപ ഈ ആൾക്ക് അവശേഷിച്ച ഒരാൾക്ക് കിട്ടണമെങ്കിൽ പോലും മറ്റ് 2 പേരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണം. കാരണം അവർ അവകാശികളാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സങ്കടകരമായ അവസ്ഥ ഉണ്ട്. അപ്പോൾ 5 മാസമായിട്ടും ഇവർക്കിത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിൽ ഇവള് മാത്രമേ ബാക്കിയുള്ളൂ. ഞാനും ഇവളും എൻ്റെ ഈ മോനുമുള്ളത്. ഇപ്പം വേറെ എന്തെങ്കിലും ആനുകൂല്യത്തിനും അതിനെ ഹാജരാക്കണം. ഈ സൽമാൻ വാരിസിൻ്റെ തന്നെ കിട്ടിക്കഴിഞ്ഞാലേ ഇവർ മക്കളെ അവകാശികളാണല്ലോ. ഇവള് മാത്രമേ ഉള്ളൂ എന്നുള്ള അവരും മരണപ്പെട്ടു എന്നുള്ള രേഖ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ട്